നമസ്കാരം. ലോകത്തിലെല്ലായിടത്തും ചതിയാണ് അല്ലേ? ആരും ആരെയും ചതിക്കും. എല്ലാവരും സ്വാർത്ഥരാണ്, ശരിയല്ലേ? ആർക്കും ആരെയും ഒട്ട് വിശ്വാസവുമില്ല, ആർക്കും ആരെയും വിശ്വസിക്കാനൊട്ട് കൊള്ളത്തുമില്ല. ഈ ചതിയെല്ലാം നടക്കുന്നത് പണത്തിനു വേണ്ടിയാണ് എന്നുള്ളതാണ് ഏറ്റവും വേദനിപ്പിക്കുന്ന യാഥാർത്ഥ്യം. ഏതു വിധേനയും ആരെയും പറ്റിച്ച് എങ്ങനെയും കാശുണ്ടാക്കുക, അതും യാതൊരു അർഹതയും ഇല്ലാത്ത രീതിയിൽ പോലും. ഞാൻ ഇന്ന് ഈ വിഷയം ഇവിടെ പറയാൻ എൻ്റെ വ്യക്തിപരമായ ഒരു അനുഭവം കൂടി ഉണ്ട് കേട്ടോ. ഈ തൊട്ടടുത്ത ദിവസങ്ങളിൽ എനിക്കുമുണ്ടായി ഇത്തരത്തിൽ ചതിയുടെയും പറ്റിക്കപ്പെടലിൻ്റെയും ഒരു അനുഭവം. അതെന്താണ് എന്ന് ഈ വീഡിയോയുടെ അവസാനം ഞാൻ പറഞ്ഞു തരാം. പണത്തിനു വേണ്ടി ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളൊക്കെ ചെയ്ത് ചതിച്ചും പറ്റിച്ചും വഞ്ചിച്ചും ഒക്കെ പണം സമ്പാദിച്ചിട്ട് അതൊക്കെ വലിയ മിടുക്കാണ് എന്ന് വിചാരിച്ച് തൽക്കാലം കിട്ടുന്ന സുഖസൗകര്യങ്ങളൊക്കെ അനുഭവിച്ച് ജീവിക്കുന്നവരെ സാധാരണക്കാരായ ആളുകൾ ശ്രദ്ധിക്കാറുള്ളൂ. എന്നാൽ അതിനുശേഷം അവരും അവരുടെ കുടുംബത്തിലുള്ളവരും അനുഭവിക്കുന്നതും നരകിക്കുന്നതും അധികം ആരും അറിയാറില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്, നീ എന്തൊക്കെ നേടിയാലും നിന്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ എന്താണ് പ്രയോജനമെന്ന്. എന്ന് വെച്ചാൽ ചതിക്ക് പിന്നിൽ ഒരു അടിസ്ഥാന തത്വമുണ്ട്, അല്ലെങ്കിൽ ഒരു അടിസ്ഥാന മനഃശാസ്ത്രമുണ്ട് എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ ചതിച്ച് നേടിയതൊന്നും നേരാവണ്ണം അനുഭവിച്ചവർ ഈ ഭൂമി മലയാളത്തിൽ ഇതുവരെ ജനിച്ച് ജീവിച്ച് മരിച്ചിട്ടില്ല എന്നുള്ളതാണ്. നീ ചെയ്തതൊക്കെ നിന്നിലേക്ക് തന്നെ തിരിച്ചു വരും. കാലം കാത്തിരിക്കുന്നുണ്ട്, കാലം പതിയിരിക്കുന്നുണ്ട്, കാലം കരുതി വയ്ക്കുന്നുണ്ട്. നമ്മൾ ആളുകളെ ചതിക്കുകയും പറ്റിക്കുകയും അവരുടെ മനസ്സിൽ മുറിവുകളൊക്കെ കൊടുക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അതൊക്കെ എത്ര വേദന ഉണ്ടാക്കുന്നതാണെന്നും അതുകൊണ്ട് എന്തൊക്കെ ദോഷങ്ങൾ സംഭവിക്കാനുണ്ട് എന്നൊന്നും നമ്മൾ അപ്പോൾ ചിന്തിക്കാറേയില്ല. പക്ഷേ അതുപോലൊരു വേദന നമ്മളെ തേടി വരുമ്പോഴാണ് അതിൻ്റെ ആഴം എത്ര വലുതായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാവുന്നത് എന്നുള്ളതാണ്. ചെയ്ത തെമ്മാടിത്തരത്തിൻ്റെ ഫലമായി അതിനേക്കാളൊക്കെ വലുത് നഷ്ടപ്പെട്ടു പോവുകയും വേർപെട്ടു പോവുകയും ഒക്കെ ചെയ്യുമ്പോഴാണ് അതിൻ്റെ വേദന എത്ര വലുതായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാവുകയുള്ളൂ. അതുകൊണ്ട് ഇത്തരത്തിൽ നമ്മളെ വേദനിപ്പിക്കുന്ന ആളുകളുണ്ടല്ലോ, അവരോട് നമ്മൾ പ്രതികാരത്തിനൊന്നും നിൽക്കേണ്ടതില്ല. അവരെയൊക്കെ മനസ്സിൽ നിന്ന് വിട്ടുകളഞ്ഞേക്കുക, എന്നിട്ട് കാലത്തിന് വിട്ടുകൊടുക്കുക. നമ്മളങ്ങനെ വെറുതെ വിട്ടുകളയുമ്പോൾ സ്വാഭാവികമായും ആ ചതിയന്മാർ വിചാരിക്കും അത് അവരുടെ കഴിവും നമ്മുടെ കഴിവുകേടുമാണ് എന്ന്, അല്ലെങ്കിൽ അവരുടെ വിജയവും നമ്മുടെ പരാജയവുമാണെന്ന്, അതുമല്ലെങ്കിൽ നമ്മൾ കഴിവില്ലാത്തവരും പൊട്ടന്മാരുമായിട്ടായിരിക്കും വിട്ടുകളഞ്ഞത് എന്ന്. അതൊന്നും നമ്മൾ കാര്യമായിട്ടെടുക്കാനേ പാടില്ല. അവർക്കുള്ള മറുപണി 10 ഇരട്ടിയായിട്ട് ഈ പ്രപഞ്ചശക്തി കൊടുക്കും വരെ അവർ അങ്ങനെ തന്നെ വിചാരിച്ചിരുന്നോട്ടെ. നമ്മൾ ഒരാളെ ചതിക്കുകയും വേദനിപ്പിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അത് നമ്മളൊരു കല്ലെടുത്ത് കടലിലേക്ക് എറിയും പോലെയാണ് എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ കടലിലേക്ക് ഒരു കല്ലെടുത്തെറിയുക എന്നത് വളരെ നിസ്സാരമായ ഒരു കാര്യമാണല്ലോ. പക്ഷേ ആ കല്ല് എത്ര ആഴത്തിലേക്കാണ് ചെന്ന് വീഴുന്നത് എന്ന് നമുക്ക് സങ്കല്പിക്കാൻ പോലും കഴിയില്ല. മാത്രവുമല്ല, ഒരുപക്ഷെ നമ്മൾ കല്ലെടുത്തെറിഞ്ഞ കാര്യം നമ്മൾ തന്നെ മറന്നുപോയിട്ടുമുണ്ടാവും. പക്ഷേ അത്രയേറെ ആഴങ്ങളിൽ അത് മറക്കാതെയും ദ്രവിക്കാതെയും അവിടെ തന്നെ കിടക്കുന്നുണ്ടാവും. ഒരുപക്ഷെ നമുക്ക് പുറത്തു തരാൻ അയാൾക്ക് കഴിഞ്ഞിട്ടുണ്ടാവാം, പക്ഷേ മറക്കാൻ കഴിയണമെന്ന് നിർബന്ധമില്ല. അതുകൊണ്ട് തന്നെ കഴിയുമെങ്കിൽ പരമാവധി ആരെയും വേദനിപ്പിക്കാതെയും ചതിക്കാതെയും വിഷമിപ്പിക്കാതെയും ജീവിക്കാൻ ശ്രമിക്കാം. പഴയ ഒരു കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇത്തരക്കാർ നിർബന്ധമായും കേട്ടിരിക്കേണ്ട ഒരു കഥയുമാണ്. അത് ഒരു പാൽക്കാരൻ്റെ കഥയാണ്. അയാൾക്ക് കല്യാണപ്രായമായ ഒരു മകളുമുണ്ട്. ആ മോളെ കെട്ടിച്ചയക്കുക എന്നുള്ളതാണ് അയാളുടെ മനസ്സിലെ ഏറ്റവും വലിയ ലക്ഷ്യവും ആഗ്രഹവും. അതിന് പാല് വിറ്റ് കിട്ടുന്ന പണമാണ് അയാളുടെ ഏറ്റവും വലിയ സമ്പാദ്യമെന്ന് പറയുന്നത്. അയാൾ പശുവിനെ കറന്ന് ഒരു പുഴ കടന്ന് അക്കരെയുള്ള ഒരു ഗ്രാമത്തിൽ പോയാണ് പാല് വിറ്റിരുന്നത്. അങ്ങനെ പുഴ കടന്ന് പോകുന്ന സമയത്ത് എന്നും പതിവായി അയാൾ ആ പുഴയിൽ നിന്ന് കുറച്ച് വെള്ളമെടുത്ത് ആ പാലിൽ ചേർക്കും. ആ വെള്ളം ചേർത്ത പാലായിരുന്നു അയാൾ സ്ഥിരമായി വിറ്റിരുന്നത്. അങ്ങനെ ഒരുപാട് ആളുകളെ ഇത്തരത്തിൽ വെള്ളം ചേർത്ത പാല് കൊടുത്ത് അയാൾ പറ്റിക്കുന്നുണ്ട്. ഒരുപാട് പണവും സമ്പാദിച്ചു. അങ്ങനെ മകളെ കെട്ടിക്കാനുള്ള പണമൊക്കെ സമ്പാദിച്ചതിന് ശേഷം ആ മകളുടെ കല്യാണം നിശ്ചയിച്ചു. അങ്ങനെ ആ മകളുടെ കല്യാണാവശ്യത്തിനുള്ള ആഭരണങ്ങൾ വാങ്ങാനായി ആ പുഴ കടന്ന് അയാൾ അക്കരെയുള്ള പട്ടണത്തിൽ പോയി. ആവശ്യത്തിനുള്ള ആഭരണങ്ങളൊക്കെ വാങ്ങി അയാൾ തിരിച്ചു വരുമ്പോൾ രാത്രിയായിരുന്നു. അങ്ങനെ ആഭരണങ്ങളുമായി പുഴ കടന്ന് വരുമ്പോൾ ശക്തമായ ഒഴുക്കിൽപ്പെട്ട് അയാളും ആഭരണങ്ങളും വെള്ളത്തിൽ വീണു. ആഭരണം ഒഴുകിപ്പോയി. എത്ര തിരഞ്ഞിട്ടും അത് കിട്ടുന്നേയില്ല. അയാൾ അലറിക്കരഞ്ഞു. പക്ഷേ ആഭരണങ്ങൾ കിട്ടിയില്ല, അത് നഷ്ടപ്പെട്ടു പോയി എന്നുള്ളതാണ്. നോക്കിക്കോണം കാലത്തിന്റെ കാവ്യനീതി എന്ന് പറയുന്നത്. അതേ പുഴയിലെ തന്നെ വെള്ളം ചേർത്ത പാല് വിറ്റ് അയാൾ ഒരുപാട് ആളുകളെ പറ്റിച്ചു. എന്നാൽ അതേ പുഴയിലെ വെള്ളങ്ങൾ തന്നെ അയാളുടെ സമ്പാദ്യങ്ങൾ മൊത്തം എടുത്തുകൊണ്ട് പോയി എന്നുള്ളതാണ്. ഇതൊരു വെറും കഥയാണ്, പക്ഷേ കാര്യങ്ങൾ മിക്കവാറും ഇങ്ങനെയൊക്കെ തന്നെയാണ് സംഭവിക്കാറുള്ളത്. എന്ന് വെച്ചാൽ നമ്മളൊരാളെ അറിഞ്ഞുകൊണ്ട് ചതിക്കുമ്പോൾ, പറ്റിക്കുമ്പോൾ, വേദനിപ്പിക്കുമ്പോൾ അതേപോലെ തന്നെയുള്ള ചതികളും വേദനകളും നമ്മളെയും കാത്തിരിക്കുന്നുണ്ട് എന്ന്
എപ്പോഴും ഓർമ്മിച്ചു വച്ചുകൊള്ളണം. സ്വന്തം അഡ്രസ്സ് എഴുതിയിട്ട് പോസ്റ്റ് ചെയ്യുന്ന കത്ത് പോലെയാണത്. തീർച്ചയായും നമ്മളുടെ പടിവാതിലേക്കിലേക്ക് തന്നെ ആ കത്ത് തിരിച്ചു വരും. അറിഞ്ഞുകൊണ്ട് നമ്മൾ മറ്റൊരാളെ ചതിക്കുകയും വേദനിപ്പിക്കുകയും ചെയ്യുമ്പോൾ അതിൻ്റെ പ്രതിഫലം നമുക്ക് ലഭിച്ചിരിക്കും എന്നുള്ളതാണ്. എന്നാൽ അറിയാതെ സംഭവിക്കുന്ന ചില കാര്യങ്ങളിൽ നമ്മൾ ഉത്തരവാദികളല്ല കേട്ടോ. എന്നാൽ ഒരാളെ അറിഞ്ഞുകൊണ്ട് പറ്റിക്കുമ്പോൾ, അറിഞ്ഞുകൊണ്ട് വഞ്ചിക്കുമ്പോൾ അതൊന്നും സ്വാഭാവികമായി സംഭവിക്കുന്നതല്ലല്ലോ, അറിയാതെ സംഭവിക്കുന്നതല്ലല്ലോ, കയ്യബദ്ധങ്ങളുമല്ലല്ലോ, യാദൃച്ഛികതയുമല്ലല്ലോ. മറിച്ച് അതൊക്കെ കൃത്യമായി പ്ലാൻ ചെയ്ത് നടപ്പിലാക്കുന്നതാണ് എന്നുള്ളതല്ലേ. പക്ഷേ നമ്മൾ ഓർമ്മിക്കേണ്ടത് എന്താണെന്നറിയാമോ? അതൊക്കെ സ്വന്തം അഡ്രസ്സ് എഴുതി പോസ്റ്റ് ചെയ്യുന്ന കത്തുകളാണ് എന്നുള്ളതാണ്. ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുള്ളതാണ്, ഒരു മരം കൊണ്ട് കോടിക്കണക്കിന് തീപ്പെട്ടി കമ്പുകൾ ഉണ്ടാക്കാം. എന്നാൽ ഒരു മരത്തെ കത്തിച്ച് കളയാൻ കോടിക്കണക്കിന് കമ്പുകളുടെ ഒന്നും ആവശ്യമില്ല, ഒരെണ്ണം മതി. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ, നമ്മളൊരു വീട്ടിൽ ചെല്ലുമ്പോൾ അവിടെ ഒരു നല്ല പൂച്ചക്കുട്ടിയെ കണ്ടു എന്ന് കരുതുക. നമുക്ക് ആ പൂച്ചക്കുട്ടിയെ നന്നായി ഇഷ്ടപ്പെട്ടു. ആ വീട്ടുകാരോട് ചോദിച്ച് അനുവാദം വാങ്ങി ആ പൂച്ചക്കുട്ടിയെ നമ്മളുടെ സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുവരുന്നു. എന്നാൽ വീട്ടിലേക്ക് കൊണ്ടുവന്നാൽ നമ്മുടെ കടമ തീരുന്നില്ലല്ലോ. അതിനുശേഷം ആ പൂച്ചക്കുട്ടിക്ക് നല്ല ഭക്ഷണമൊക്കെ കൊടുത്ത് അതിനെ പരിപാലിക്കേണ്ടതായിട്ടുണ്ടല്ലോ. പകരം അതിനെ പട്ടിണിക്കിടാൻ പാടില്ലല്ലോ. ആ വീട്ടുകാരോ ആ പൂച്ചക്കുട്ടിയോ വളരെ നിർബന്ധിച്ച് നമ്മളുടെ തലയിൽ കെട്ടിവെച്ച് തന്നതല്ലല്ലോ, മറിച്ച് നമ്മൾ ചോദിച്ച് യാചിച്ചു മേടിച്ചു കൊണ്ടുവന്നതല്ലേ. ഇതുപോലെ തന്നെയാണ് ജീവിതത്തിൽ പല സാഹചര്യങ്ങളിൽ നമ്മൾ കണ്ടുമുട്ടുകയും നമ്മുടെ ജീവിതത്തിൽ പല സാഹചര്യങ്ങളിൽ നമ്മൾ കൂട്ടിക്കൊണ്ടുവരുന്ന മനുഷ്യന്മാരും. അവരെ നമ്മൾ വലിയ കൗതുകത്തിൽ നമ്മളുടെ ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരികയാണ്. അങ്ങനെ കൂട്ടിക്കൊണ്ടുവന്നതിന് ശേഷം ആദ്യമുള്ള കൗതുകമൊക്കെ പോയി അവരെ ചതിക്കാനോ പറ്റിക്കാനോ വേദനിപ്പിക്കാനോ പാടുണ്ടോ? തീർച്ചയായും പാടില്ലല്ലോ. അഥവാ അങ്ങനെ ചെയ്താൽ അവിടെ ഒരു കർമ്മ രൂപപ്പെടുകയല്ലേ ചെയ്യുന്നത്. ആ കർമ്മത്തിന്റെ ഫലം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സ്വന്തം അഡ്രസ്സ് എഴുതി പോസ്റ്റ് ചെയ്യുന്ന കത്ത് പോലെയല്ലേ. തീർച്ചയായും അത് നമ്മളിലേക്ക് തന്നെ തിരിച്ചെത്താതിരിക്കില്ല എന്ന് മാത്രമല്ല, പലിശയും കൂട്ടുപലിശയും ചേർത്ത് നമ്മളിലേക്ക് എത്തിച്ചേർന്നിരിക്കും. നമ്മൾ കാണുന്നത് പോലെയൊന്നും അല്ലെന്നേ പല മനുഷ്യന്മാരും. ആദ്യ കാഴ്ചയിൽ അവരൊക്കെ വളരെ ഹാപ്പി ആയിരിക്കും. പക്ഷേ നമ്മളവരെ അടുത്തറിയുമ്പോഴും അവരുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ഒക്കെ അറിയുമ്പോഴും നമുക്ക് മനസ്സിലാവും അവരുടെയൊക്കെ യഥാർത്ഥ അവസ്ഥ എന്താണെന്ന്. കൊടിയ പാപഭാരവും പേറിയായിരിക്കും നടക്കുന്നുണ്ടാവുക. എന്നെ കാണാൻ വരുന്നവരിൽ ഏറിയ പങ്കും അത്തരക്കാരാണ് എന്നുള്ളതാണ്. അത്തരക്കാരോട് ഞാൻ ആദ്യമേ തന്നെ ചോദിക്കും, എന്തിനായിരുന്നു അഴിക്കാൻ പറ്റാത്ത കെട്ടുകൾ നിങ്ങൾ കെട്ടിവെച്ചതെന്ന്. അപ്പോൾ അതാണ് കാര്യം. സ്വയം അഴിക്കാൻ കഴിയാത്ത ഒരു കെട്ടും കെട്ടരുത്. ആ കെട്ടുകളിൽ ഏറിയ പങ്കും മറ്റുള്ളവരെ ചതിച്ചും വഞ്ചിച്ചുമുള്ള കടുംകെട്ടുകളായിരിക്കും എന്നുള്ളതാണ്. ഞാൻ ഈ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞിരുന്നില്ലേ, ഇത്തരത്തിൽ ഒരു അനുഭവം എനിക്കുമുണ്ടായി എന്ന്. അത് ഒരു 3 നികൃഷ്ട ജന്മങ്ങൾ എനിക്ക് തന്ന അനുഭവമാണ്. അതിലൊരുത്തൻ രാവിലെ മുതൽ മദ്യം കഴിച്ച് നടക്കുന്ന വെളിവില്ലാത്ത ഒരുത്തൻ. മറ്റൊന്ന് ഒരു ഉപ്പയും മോനും. ഈ സ്ഥിരം മദ്യം കഴിച്ച് നടക്കുന്നവൻ ഏതൊരു പെയിന്റിംഗ് തൊഴിലാളിയാണ് എന്നുള്ളതാണ് പറഞ്ഞത്. എൻ്റെ ഇതേ ചാനലിലുള്ള ഒരു വീഡിയോ കണ്ട് വിളിക്കുന്നതാണ് എന്ന് പറഞ്ഞ് ഒരു സഹായം അഭ്യർത്ഥിച്ചാണ് എന്നെ വിളിച്ചത്. പക്ഷെ ആദ്യം മുതൽ അവരോട് ഇടപെടുമ്പോഴൊക്കെ എൻ്റെ മനസ്സിൽ ഒരു പിടിവലി നടന്നിരുന്നു എന്നുള്ളത് സത്യമാണ്. ഒരു വശത്തു നിന്ന് എൻ്റെ ആത്മബോധം എന്നോട് പറഞ്ഞിരുന്നു, ഇവർ ചതിക്കും, ഇവർ ചതിയന്മാരാണ്, ഇത്തരക്കാരുമായിട്ടുള്ള യാതൊരു ഇടപാടും നമുക്ക് വേണ്ട എന്ന്. പക്ഷേ എന്നിലെ തനി മനുഷ്യ സ്വഭാവം അതിന് സമ്മതിച്ചില്ല. പക്ഷെ അതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ചൊന്നും സംഭവിച്ചൊന്നുമില്ല കേട്ടോ. എൻ്റെ ഒരു 2-3 ദിവസം നഷ്ടപ്പെട്ടു പോയി. ചെറിയ ചെലവ് കാശ്, ചെറിയ പൈസ എൻ്റെ കയ്യിൽ നഷ്ടപ്പെട്ടു പോയി എന്നതൊഴിച്ച് എനിക്ക് മറ്റൊന്നും പ്രത്യേകിച്ച് സംഭവിച്ചില്ല. പക്ഷേ എന്നെ വെച്ച് വലിയ ലക്ഷങ്ങൾ തട്ടിയെടുക്കാൻ അവർ പ്ലാൻ ചെയ്തിരുന്നു എന്നുള്ളതാണ്. പക്ഷെ അതൊന്നും സംഭവിച്ചില്ല. 2-3 ദിവസം മെനക്കേടായിപ്പോയി എന്നുള്ളത് മാത്രം. പക്ഷേ ആ 3 എണ്ണത്തിൻ്റെയും കഴുത്തുകൾ ഇപ്പോഴും എൻ്റെ ഈ വിരലുകൾക്കിടയിലുണ്ട് കേട്ടോ, എല്ലാ തെളിവുകളും അടക്കം. പക്ഷേ ഞാൻ എന്തെങ്കിലും ഒരു കടുങ്കൈ ചെയ്യാൻ ആലോചിക്കുമ്പോൾ, എന്നിലെ മനുഷ്യ സ്വഭാവം അത്തരത്തിലുള്ള കാര്യം ചെയ്യാൻ ആലോചിക്കുമ്പോൾ എൻ്റെ ഉള്ളിലെ ആത്മബോധം എന്നെ ജോർജ് ബെർണാഡ് ഷായുടെ ഒരു വാക്ക് ഓർമ്മിപ്പിക്കും. അത് മറ്റൊന്നുമല്ല, പന്നികളോട് ഗുസ്തി പിടിക്കാൻ നിൽക്കരുത്, അവരത് നന്നായി ആസ്വദിക്കും, പക്ഷേ ഒരുപക്ഷെ നിങ്ങളിലും ലേശം ചെളി പുരണ്ടേക്കാം എന്ന്. മാത്രമല്ല, ഞാൻ പറഞ്ഞതുപോലെ എനിക്കൊന്നും പ്രത്യേകിച്ച് നഷ്ടപ്പെട്ടിട്ടുമില്ലല്ലോ. 2-3 ദിവസത്തിന്റെ കാര്യമല്ലേ, അത് പോട്ടെ, വിട്ടുകളഞ്ഞേക്കാം. കാരണം 2-3 ദിവസമൊന്നും എനിക്കൊരു വിഷയമേ അല്ല. അത്രയല്ലേ എനിക്ക് സംഭവിച്ചുള്ളൂ. എനിക്കതൊക്കെ നിസ്സാരമായിട്ട് താങ്ങാൻ കഴിയുകയും ചെയ്യും. പക്ഷേ ഞാൻ തിരിച്ചെന്തെങ്കിലും ചെയ്താൽ ആ പാവങ്ങൾ അത് താങ്ങില്ല. അവരുടെയൊക്കെ കുടുംബം ആത്മഹത്യ ചെയ്യേണ്ട അവസ്ഥയിലേക്ക് വരും. അതുകൊണ്ട് തന്നെ വിട്ടുകളഞ്ഞേക്കൂ എന്ന് എൻ്റെ ഉള്ളിലെ ആത്മബോധം എന്നെ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു.
ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തൽക്കാലത്തേക്ക് കാലത്തിന് വിട്ടുകൊടുക്കുന്നു. ഇനി ബാക്കി വേറെന്തെങ്കിലും ഉണ്ടായാൽ അപ്പോൾ നോക്കാം. കാരണം മറ്റൊന്നുമല്ല, ഞാൻ എന്തെങ്കിലും ചെയ്താൽ ആ പാവങ്ങൾ താങ്ങില്ലെന്നേ. പക്ഷേ ഞാൻ നോക്കിയപ്പോൾ മറ്റൊന്ന് എനിക്ക് തോന്നിയത്, അവർക്ക് അനുഭവയോഗമില്ല കേട്ടോ. കാരണം സ്വന്തം അഡ്രസ്സ് എഴുതി സ്വന്തം വീട്ടിലേക്ക് തന്നെ തിരിച്ചു വരാൻ പാകത്തിൽ അവരയച്ചിരിക്കുന്ന ആ കത്ത് അത്രയ്ക്ക് പ്രഹരശേഷിയുള്ളതാണ്. അത് അവർ തന്നെ സ്വീകരിച്ചോട്ടെ. എനിക്ക് സഹതാപവും വിഷമവും ഒക്കെ ഉണ്ട് അവരെ ഓർത്ത്. പക്ഷെ എന്താ ചെയ്യുക, അനുഭവിക്കുക അല്ലാണ്ട് വേറെ നിവൃത്തിയില്ലല്ലോ. പോട്ടെ, അപ്പോൾ നമ്മുടെ വിഷയത്തിലേക്ക് വന്നാൽ, ആരെയും നമ്മൾ മനഃപൂർവ്വം ചതിക്കുകയോ പറ്റിക്കുകയോ വേദനിപ്പിക്കുകയോ ചെയ്യാതിരിക്കുക. കൊടുത്തതിൻ്റെ 10 ഇരട്ടിയായി തിരിച്ചു കിട്ടും എന്ന് മനസ്സിൽ എപ്പോഴും ഉറച്ചു വിശ്വസിച്ചു കൊള്ളുക. നമ്മളുടെയൊക്കെ മുൻപിൽ വരുന്ന മനുഷ്യരെ പരമാവധി ആശ്വസിപ്പിച്ച് അവരുടെ പ്രശ്നങ്ങളൊക്കെ കേട്ട് അവരെ സന്തോഷിപ്പിച്ച് ഒക്കെ നിർത്താൻ ശ്രമിക്കുക. പരമാവധി നന്മ ചെയ്തു കൊടുക്കുക. കേട്ടിട്ടില്ലേ, കാലം കണക്ക് ചോദിക്കാതെയൊന്നും കടന്നു പോയിട്ടില്ല എന്ന്. പ്രപഞ്ചത്തിൻ്റെ കർമ്മ നിയമത്തെപ്പറ്റി എപ്പോഴും മനസ്സിലുണ്ടായിരിക്കുക. അത്തരത്തിൽ എല്ലാ ആളുകൾക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മടിക്കരുത്. ഈ വീഡിയോയെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി തൊട്ടടുത്ത ദിവസം കാണും വരെ നന്ദി, നമസ്കാരം.